ചില കഥകളുണ്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകും, പക്ഷെ നമ്മൾ പലപ്പോഴും അത് കാണാതെ പോകും. അങ്ങനെയുള്ള ചരിത്രത്തിൽ മറഞ്ഞുകിടക്കുന്ന, എന്നാൽ നമ്മളെല്ലാവരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു ധീരനായകന്റെ കഥയാണിത്. നിങ്ങളെ തിരുവനന്തപുരത്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ പ്രതിമ കണ്ടിരിക്കും, അല്ലേ? പക്ഷെ ഒരു നിമിഷം നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ, ആരാണിത്? കേരള സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഇത്രയും തലയെടുപ്പോടെ നിൽക്കുന്ന ഈ യോദ്ധാവ് ആരാണെന്ന് ഇന്ന് നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം തേടിപ്പോകാം. അപ്പോ ഈ കട ഒരു പ്രതിമയിൽ മാത്രം ഒതുങ്ങുന്നില്ല. തിരുവനന്തപുരത്തെ നാപ്പിയർ മ്യൂസിയത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെയുണ്ട് ഒരു കാലഘട്ടത്തെ മുഴുവൻ വിറപ്പിച്ച അദ്ദേഹത്തിന്റെ വാൾ. ഇന്നും അതവിടെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതുമാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നാൽ ധനുവച്ചപുരത്ത് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു കോളേജുണ്ട്. അപ്പോ നോക്കൂ, ഒരു പ്രതിമ, ഒരു വാൾ, പിന്നെ ഒരു കോളേജ്. ആരാണിത്? ആരാണ് ചരിത്രത്തിൽ ഇത്രയധികം അടയാളങ്ങൾ നമുക്കായി ബാക്കിവെച്ചത്? അപ്പൊ നമുക്ക് ആ ചോദ്യത്തിലേക്ക് കടക്കാം. ആരായിരുന്നു ഈ സ്മാരകങ്ങൾക്കെല്ലാം പിന്നിലെ ആ മനുഷ്യൻ? ആരായിരുന്നു വേലുത്തമ്പി ദളവ? അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നായിരുന്നു. ജനിച്ചത് 1765 ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലുള്ള കൽക്കുളത്ത്. തലക്കുളം വീട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തറവാടിന്റെ പേര്. കണ്ടില്ലേ, വളരെ സാധാരണമായൊരു തുടക്കം. പക്ഷെ ഈ തുടക്കത്തിൽ നിന്നാണ് ഒരു ഇതിഹാസം പിറക്കുന്നത്. അപ്പോ ഈ വേലുത്തമ്പി ദളവ എങ്ങനെയാണ് ചരിത്രത്തിൽ ഇത്ര വലിയൊരു പോരാളിയായി മാറിയത്? അതിന് നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു ഏടിലേക്ക് പോകണം. കുണ്ടറ വിളംബരം കേട്ടിട്ടില്ലേ? എന്തായിരുന്നു ഈ കുണ്ടറ വിളംബരം? അതൊരു സാധാരണ പ്രസംഗമായിരുന്നില്ല, ഒരിക്കലുമല്ല. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഒരു നാടിനെ ഒന്നടങ്കം ഇളക്കിമറിക്കാൻ പോന്ന ഒരു തീപ്പൊരിയായിരുന്നു അത്. അനീതിക്കെതിരെ പോരാടാനുള്ള ഒരു ആഹ്വാനം, ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അലർച്ച. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വർഷമായിരുന്നു 1809. ഒന്നാലോചിച്ചു നോക്കൂ, ജാനുവരി 11 അദ്ദേഹം ആ ചരിത്രപ്രസിദ്ധമായ വിളംബരം നടത്തുന്നു. അതേ വർഷം തന്നെ അദ്ദേഹത്തിന് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. എത്ര പെട്ടെന്നായിരുന്നു അല്ലേ കാര്യങ്ങൾ മാറിയത്? ആ പോരാട്ടത്തിന്റെ തീവ്രത നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വിളംബരം എവിടെ വെച്ചായിരുന്നു എന്നറിയാമോ? കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ച്. അവിടെ നിന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള ആ ശബ്ദമുയർന്നത്. ഒരു നാടിന്റെ വിധി മാറ്റിക്കുറിച്ച ആഹ്വാനം. ഇത്രയും ധീരമായൊരു പോരാട്ടത്തിനു ശേഷം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അദ്ദേഹത്തിന്റെ കഥയുടെ അവസാന ഭാഗം അത്ര സുഖമുള്ള ഒന്നല്ല. നമുക്ക് ആ അന്ത്യനാളുകളിലേക്കൊന്നു പോകാം. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വളഞ്ഞു. പക്ഷെ ശത്രുവിന്റെ കയ്യിൽ ജീവനോടെ അകപ്പെടാൻ ആ ധീരയോദ്ധാവ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ സ്വന്തം ജീവൻ വെടിഞ്ഞു. ഒരു പോരാളിയുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള അവസാനത്തെ ആ മാർഗം. പക്ഷേ കഥ അവിടെയും തീർന്നില്ല. ബ്രിട്ടീഷുകാരുടെ ക്രൂരതയ്ക്ക് അതിരുകളില്ലായിരുന്നു. അവർ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തു. എന്നിട്ട് എന്തു ചെയ്തുവെന്നറിയാമോ? തങ്ങൾക്കെതിരെ പോരാടുന്ന ഏതൊരാൾക്കും ഇതൊരു പാഠമായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ ആ ശരീരം തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ പരസ്യമായി കെട്ടിത്തൂക്കി. മരിച്ചുകഴിഞ്ഞ ഒരു പോരാളിയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അനാദരവ്. അതെ, അവർക്ക് അദ്ദേഹത്തിന്റെ ശരീരം നശിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷെ ആ പോരാട്ടവീര്യത്തെ, ആ ഓർമ്മകളെ തൊടാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ആ ആത്മാവ് ഇന്നും നമുക്കിടയിൽ കെടാതെ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം കണ്ടില്ലേ സെക്രട്ടേറിയറ്റിനു മുന്നിലെ ആ പ്രതിമ, നേപ്പിയർ മ്യൂസിയത്തിലെ ആ വാൾ. അദ്ദേഹം ജീവൻ വെടിഞ്ഞ മണ്ണടിയിൽ അദ്ദേഹത്തിനായി ഒരു മ്യൂസിയം തന്നെയുണ്ട്. പിന്നെ ധനുവച്ചപുരത്തെ കോളേജും. ഇതെല്ലാമാണ് ആ കെടാത്ത ജ്വാലയുടെ ഓർമ്മപ്പെടുത്തലുകൾ. ഒരാളുടെ ധൈര്യം തലമുറകളെ എത്രത്തോളം സ്വാധീനിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. അതുകൊണ്ട് ഓർക്കുക, വേലുത്തമ്പി ദളവ എന്നത് വെറുമൊരു പേരല്ല. അത് കൊളോണിയൽ ഭരണത്തിനെതിരെയുള്ള ധൈര്യത്തിന്റെ പ്രതീകമാണ്. ഒരു നാടിന്റെ അഭിമാനത്തിനു വേണ്ടി പോരാടിയ ആ വീര്യത്തിന്റെ പ്രതീകം. അപ്പോ ഒരു ചോദ്യം ബാക്കിയാണ്. നമ്മുടെ നാടിന്റെ അഭിമാനത്തിനു വേണ്ടി ജീവൻ കൊടുത്ത ഇത്തരം ധീരന്മാരുടെ കഥകള് നമ്മൾ ഓർക്കേണ്ടതല്ലേ? അടുത്ത തലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കേണ്ടതല്ലേ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്?